ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മുജി ഫ്രെയിംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിസാൻ അങ്ങനെ മാഗ്നൈറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് വെർഷൻ ഇറക്കിയിരിക്കുകയാണ്. 2020 ഡിസംബറിലായിരുന്നു ഈ വാഹനം ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ആ സമയത്ത് നല്ലൊരു പ്രോഡക്റ്റായിരുന്നു, വാല്യൂ ഫോർ മണി ആയിരുന്നു, ഇഷ്ടംപോലെ ഫീച്ചേഴ്സും ഉണ്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റ് സമയത്താണ് ഫേസ് ലിഫ്റ്റ് വേർഷൻ ഇറക്കിയിരിക്കുന്നത്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരു മൈനർ ഫേസ് ലിഫ്റ്റ് പോലെ കണ്ടാൽ മതി. ഫ്രണ്ടിലെ ലൈറ്റ് എല്ലാം സെയിം ആണ്. DRL ഇപ്പോഴും L ഷേപ്പിൽ തന്നെയാണ് കിട്ടുന്നത്. ആദ്യത്തെ നോട്ടത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ടിലെ ഗ്രില്ല് കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ട്. സൈഡിലെ ക്രോമിൻ്റെ അടുത്ത് ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ബമ്പറിൽ താഴെ കുറച്ച് സിൽവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഫോഗ് ലാമ്പും ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ടിലെ ചേഞ്ചസ് എന്ന് പറയാനുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾക്ക് ഫ്രണ്ടിൽ കുറച്ച് വ്യത്യാസം തോന്നുന്നത്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമൊന്നും തന്നെ ഇല്ല. 16 ഇഞ്ച് അലോയിൻ വീൽ പുതിയ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ടോപ്പ് എൻഡ് മോഡലിലെ സെയിം തന്നെയാണ്. ഇതിൻ്റെ തന്നെ 2024 CVT മോഡൽ എൻ്റെ കയ്യിലുണ്ട്, ടോപ്പ് എൻഡ് വേർഷൻ. ബാക്കിലേക്ക് വരുമ്പോൾ റൂഫ് സൈഡിലും ഷാർക്ക് ഫിൻ ആൻറ്റിനയും എല്ലാം സെയിം ആണ്. ടെയിൽ ലാമ്പിലെ കുറച്ച് വ്യത്യാസം എന്ന് പറയുന്ന ബ്ലാക്ക് ടച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ അടുത്ത് കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ആക്സസറീസ് ഉണ്ട്, ക്രോമിൽ കൊടുത്തിട്ടുണ്ട്, 2 ടെയിൽ ലാമ്പിൻ്റെ ഇടയിലായിട്ട്. റിയർ ബമ്പറിൻ്റെ ഡിസൈനും സെയിം തന്നെയാണ്. ഇത്രയാണ് ഫേസ് ലിഫ്റ്റിൽ നിസാൻ മാഗ്നൈറ്റ് വന്നിട്ടുള്ള വ്യത്യാസം. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഡിസൈൻ ചേഞ്ചസ് ഒന്നും തന്നെ പറയാനില്ല. കുറച്ച് കോസ്മെറ്റിക്സ് ചേഞ്ചസും പിന്നെ ആഡഡ് ഫീച്ചേഴ്സുമാണ് വന്നിട്ടുള്ളത്. സ്റ്റിയറിങ്ങിൽ മാറ്റമൊന്നുമില്ല. ഡിസ്പ്ലേയിലെ ആനിമേഷനിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഓറഞ്ച് ഫിനിഷാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയറിലുള്ള കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ബാക്ക് സീറ്റിലാണെങ്കിലും കളർ തീം ചേഞ്ചസ് മാത്രമാണ് പറയാനുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പ്രത്യേകിച്ച് പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഡോറ് ലോക്ക് ചെയ്യുന്ന ആ ഒരു നോബാണ്. അത് നമുക്ക് പഴയ ഒരു നോബാണ്, ജസ്റ്റ് ഒരു പിന്ന് വയ്യ പിടിച്ച് വലിക്കുന്ന ഇതിന്. അതുമാത്രമാണ് അതിലൊരു പോരായ്മ എന്ന് പറയാനുള്ളത്. ബാക്കിയെല്ലാം നല്ല ഫീച്ചേഴ്സാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വണ്ടി 2024 മോഡൽ വണ്ടി എൻ്റെ കയ്യിലുണ്ട്. അത് ടോപ്പ് എൻഡ് മോഡൽ CVT ആണ്. അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ട്. നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്കത് പമ്പ് ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 20-ന് പുറത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. പക്ഷേ അത് തന്നെ നമ്മുടെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ പോകുമ്പോൾ അതിന് വ്യത്യാസം വരും. പക്ഷേ അത് നമ്മൾ എങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് വണ്ടിയുടെ മൈലേജ് വരുന്നത്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ്. വണ്ടി ഓടിക്കാനും നല്ല സ്മൂത്താണ്. പ്രത്യേകിച്ച് നമ്മൾ ഫുൾ ഓട്ടോ CVT യൂസ് ചെയ്യുമ്പോൾ തീരെ ലാഗില്ലാതെ നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഊട്ടി അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് അഡീഷണൽ നമ്മളെ സ്പോർട്സ് മോഡും ഉണ്ട്, പിന്നെ വേറൊരു മോഡും ഉണ്ട്. ആ 2 മോഡിലൂടെ അത് തന്നെ നമുക്ക് ഒറ്റയടിക്ക് വണ്ടി കയറി പോകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. മറ്റുള്ളതൊക്കെ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു. ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ അത് വലിച്ചു പോകുന്നുണ്ട്, കയറ്റം കയറി പോകുന്നുണ്ട്. നമുക്കത് സ്പോർട്സ് മോഡിൽ ഇടേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു വേണ്ടത്. കാരണം ഞാനിപ്പോഴും കുറച്ച് നാൾ മുമ്പ് ഞാൻ ഊട്ടിയൊക്കെ പോയിട്ട് വന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.